നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ പത്രോസ് പറയുന്ന ആ ഒരു പ്രസ്താവന, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഈ ഒരു പ്രസ്താവന പത്രോസിനെ സംബന്ധിച്ച് ഒരു മീൻപിടുത്തത്തിൻ്റെ ഒരു രാത്രിയുടെ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതം നമ്മൾ ഒരു ദിവസം അവസാനിപ്പിക്കും. ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന യാമത്തിൽ നിന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു പ്രസ്താവനയാണ് പറയാൻ കഴിയുന്നതെങ്കിൽ, ഞാൻ വളരെയധികം ജോലി ചെയ്തു, ഞാൻ വളരെയധികം സമ്പാദിച്ചു, ഞാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടി, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ ചെയ്തിട്ടും ഒന്നും കിട്ടിയില്ല, ഇങ്ങനെയാണ് നാം പറയേണ്ടി വരുന്നതെങ്കിൽ ആ ജീവിതം എത്രയോ പരിതാപകരമാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിരന്തരമായി ദൈവവചനം കേട്ടതുകൊണ്ടും നിരന്തരമായി ബൈബിൾ വായിച്ചതുകൊണ്ടും നമ്മുടെ മൈൻഡ് ദൈവരാജ്യത്തിൽ ചിന്തിക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ദൈവരാജ്യം കാണുന്നത് പോലെയാണ് നാം കാണുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ നാം കേൾക്കുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ബോധ്യങ്ങൾ ലോകത്തിൻ്റെ ബോധ്യങ്ങൾ പോലെയാകാം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്, ഞാൻ ദൈവവചനം സംസാരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തികൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ ഒരു പ്രസ്താവന, ഒരു ഉത്തരം പറയുന്നത് കേൾക്കുമ്പോൾ, കർത്താവേ, പിന്നെ ഈ പറഞ്ഞതൊക്കെ ആർക്കു വേണ്ടിയാണ്? അതിൻ്റെ ഒരു കാരണം, നമ്മൾ ദൈവവചനം കേൾക്കുന്നു, വല്ലപ്പോഴും ദൈവവചനം കേൾക്കുന്നു, ആഴ്ചയിൽ ഒരു ദിവസം ദൈവവചനം കേൾക്കുന്നു, അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം കേൾക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ അകത്തേക്ക് കയറുന്ന ചിന്തകൾ, ബോധ്യങ്ങൾ ലോകത്തിൻ്റേതാണ്. നേരത്തെ സ്ഥാപിച്ചാൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയവരാണ്. എന്തിന് വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ എന്തിന് ജോലി നേടുന്നു എന്നുള്ളതിന് ലോകത്തിനൊരു കാഴ്ചപ്പാടുണ്ട്, ലോകത്തിനൊരു അഭിപ്രായമുണ്ട്. എനിക്ക് തോന്നുന്നില്ല നമ്മിലെല്ലാവർക്കും തന്നെ ആ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്, ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചുരുക്കം ചിലർക്ക്. നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം, നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ ഒക്കെ ഈ ലോകം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നോ, ലോകം എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു പ്രവണതയും ഒരു സിസ്റ്റവുമാണ്, മെൻ്റൽ സിസ്റ്റവുമാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ ദൈവം കാണുന്നത് പോലെയല്ല പലപ്പോഴും കാണുന്നത്, ലോകം കാണുന്നത് പോലെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജീവിതത്തിൻ്റെ അവസാനം നിന്നിട്ട് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഒന്നുമില്ല. നമ്മുടെ PhDയും നമ്മുടെ പണവും നമ്മുടെ പ്രതാപവും നമ്മുടെ ഉന്നത ജോലിയൊന്നും ദൈവരാജ്യത്തിന് വലിയ സംഭവമൊന്നുമില്ല. നമുക്കാണ് സംഭവം. നമ്മുടെ കൂട്ടായ്മയുള്ള ഒരാൾക്ക് IAS സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന ഞാനും എൻ്റെ കർത്താവേ എന്ന് പറയും. അത്രയൊക്കെ ഉള്ളൂ എൻ്റെയും കപ്പാസിറ്റി. പക്ഷെ കർത്താവ് അത് കേട്ടിട്ട് അയ്യോ എന്നൊന്നും പറയത്തില്ല. IAS കാരനായാലും ഒരു കൂലിപ്പണിക്കാരനായാലും
വിദ്യാഭ്യാസമില്ലാത്തവനായാലും ദൈവത്തിന് അയാളെക്കുറിച്ചൊരു പർപ്പസുണ്ട്. അയാളുടെ കഴിവുകൾ, അയാൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ, അയാൾക്ക് നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസം, അതുകൊണ്ട് ഒരു പർപ്പസുണ്ട്. ആ പർപ്പസ് നിവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് ജീവിത വിജയം? ഇവിടെ പരാജയപ്പെട്ട ഒരു പത്രോസിൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് ജീവിത വിജയം? ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മൾ കെട്ടിയ വീടോ നമ്മൾ നേടിയ വിദ്യാഭ്യാസമോ. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഫർദർ പഠിച്ചില്ലെങ്കിൽ എന്താ എൻ്റെ ജീവിതം തകരുമോ? അവളുടെ ജീവിതം തകരുമോ? ഇല്ല. അവൾക്ക് ഡിഗ്രി ആയിട്ട് പഠിക്കാൻ താല്പര്യം വേണ്ട. പക്ഷേ അവളെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ദൈവരാജ്യം കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതിനനുസരിച്ചാണ് അവൾ ജീവിക്കുന്നതെങ്കിൽ ഒടുവിൽ അവൾക്കും എനിക്കും നിങ്ങൾക്കും പറയേണ്ടി വരത്തില്ല 40 വർഷം 50 വർഷം അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. നമ്മുടെ കർത്താവായ യേശു ജീവിതത്തിൻ്റെ സൃഷ്ടിതാവ്, നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥനായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞൊരു പ്രസ്താവനയാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ദാഹിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സ്ഥാനം വേണ്ടിയത്? എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പണം വേണ്ടിയത്? കാര്യം നമുക്ക് പിന്നെയും ദാഹിക്കുകയാണ്. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി പലപ്പോഴും ഇമോഷണലിയാണ്. ഈവൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ശരിയായ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തിയൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അല്ലാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. പക്ഷേ ഇതൊക്കെ ഇമോഷണലിയാണ്. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. അത് പറയുന്നത് നമ്മുടെ കർത്താവാണ്. ഒരു ശാസ്ത്രജ്ഞനല്ല, ഒരു പ്രസിഡൻ്റ് അല്ല, ഒരു ലോകജ്ഞാനിയല്ല, സർവജ്ഞാനിയായ നമ്മുടെ കർത്താവ് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ഈ ദാഹമുള്ളതുകൊണ്ട് പിന്നെയും വേണം. നമുക്കൊരു അവാർഡ് കിട്ടിയാൽ പ്രശ്നം തീരുമെന്നാണോ? ഇല്ല. അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ അവാർഡ് കിടക്കുമ്പോൾ അതാണ് വിഷമം. നമ്മൾ ഒരു സ്ഥലം കാണാൻ വളരെ ആഗ്രഹിച്ചു, ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തീരുമെന്നാണോ? ഇല്ല. ആ സ്ഥലം കാണുമ്പോഴാണ് പിന്നെയും കാണാനുള്ള കൊതി കൂടുതൽ തുടങ്ങുന്നത്. ഏത് കാര്യമെടുത്തോ, ലോകത്തിൻ്റെ ഏത് കാര്യമെടുത്താലും അതൊക്കെ പിന്നെയും ദാഹം കൊണ്ടുവരും. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ഈ ലോകത്തിൻ്റെ വെള്ളം കുടിച്ചിട്ട് തൃപ്തി നേടാനുള്ള ഒരു വലിയ ശ്രമം. യോഹന്നാൻ 7:37. ഉത്സവത്തിന്റെ ഭോജനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഉത്സവത്തിൻ്റെ മഹാദിനമായ അവസാനത്തെ നാൾ. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കൂടാര പെരുന്നാളിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. ഈ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവർ കൂടാരങ്ങളിൽ പരദേശികളായി പാർത്തു. ഈ കനാൻ നാട്ടിൽ വന്ന് അവരെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം നടത്തിയ പരിപാലിച്ച വഴികളെ ഓർമ്മിക്കുവാനായിട്ട് അവരെ ആചരിക്കുവാൻ ദൈവം കൊടുത്ത ഉത്സവങ്ങളിൽ ഒന്നാണ് കൂടാര പെരുന്നാൾ, ദ ഫെസ്റ്റിവൽ ഓഫ് ടാബർനാക്കിൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ഫെസ്റ്റിവലിൻ്റെ അവസാന ദിവസം, അപ്പോൾ അവിടെ ഒരു രീതിയുണ്ട്. ഒന്നുകിൽ പുരോഹിതൻ വെള്ളം കോരിക്കൊടുക്കും, അല്ലെങ്കിൽ വെള്ളം ഇവരുടെ മേൽ തളിക്കും. ആ കോണ്ടെക്സ്റ്റിലാകാം യേശു അപ്പോൾ പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും.
അതായത് ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ലോകത്തിൻ്റെയോ രീതികൾ കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ തൃപ്തിപ്പെടത്തില്ല. അത് നമുക്ക് സംതൃപ്തി കൊണ്ടുവരത്തില്ല, യഥാർത്ഥത്തിലുള്ള സംതൃപ്തി. കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വാ, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഞാൻ നിന്നെ ഡിസൈൻ ചെയ്തത്, ബിജുവിനെ ഡിസൈൻ ചെയ്തത്. ഞാൻ ചില സമയത്ത് ഓർക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. നിങ്ങൾക്കറിയാം, ഞാനൊരു സുവിശേഷ പ്രവർത്തകനാണ്. ഞാൻ വേറൊരു ജോലിയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ കരുണ, മറ്റൊരാളുടെ സുവിശേഷ വേല ഫോളോ ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടവന്നില്ല. ദൈവം എനിക്ക് തന്ന വെളിച്ചം, ദൈവം എന്നോട് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധങ്ങളില്ല. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഒരാളെനിക്കൊരു ഉപദേശം നൽകി. അപ്പോൾ അന്നത്തെ കാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിച്ചതായിരിക്കും. അദ്ദേഹം തന്ന ഉപദേശം ഇതാണ്: ബിജു ചെല്ലുന്ന സ്ഥലത്ത് ബിജു ഒരു ഡിസൈപ്പിളിനെ കണ്ടെത്തണം, പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. സംഗതി വർക്കാകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഞാൻ വേണ്ടാതെ എടുക്കുന്ന ചുമടുകളാണ്. ഇതൊന്നും കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല. ബിജുവിനെ ഡിസൈൻ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ബിജുവിനെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, ഒരു ചിന്തയുണ്ട്. എന്നെ എനിക്ക് വേണ്ടിയല്ല സൃഷ്ടിച്ചത്, തനിക്ക് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത് ഞാൻ നേടിയ തിയോളജിക്കൽ ഡിഗ്രികളോ ഞാൻ നേടിയ വിദ്യാഭ്യാസമോ എനിക്കുള്ള കഴിവുകളോ ഒന്നും അല്ല ജീവിത വിജയം. മറിച്ച് ഇതൊക്കെ ദൈവത്തോടുള്ള അനുസരണത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ ചെയ്തോ എന്നുള്ളതാണ് എൻ്റെ ജീവിത വിജയം. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. അവിടുത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുക, ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാതിരിക്കുക. മറുഭാഗത്ത് അവരുടേതായ വഴികളിൽ ഓടുകയാണ്. അവർ സമ്പാദിക്കുന്നില്ലേ? ഉണ്ട്. അവർക്ക് സുഖമില്ലേ? ഉണ്ട്. അവർക്ക് സൗകര്യങ്ങളില്ലേ? ഉണ്ട്. പക്ഷെ സർവജ്ഞാനിയായ ദൈവം ചോദിക്കുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ പറയുന്ന വാക്കുകൾ ഇതാണ്: നിങ്ങൾ നേടുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ ഓട്ടപാത്രത്തിലിടുന്ന കാശു പോലെ മാത്രമേ ഉള്ളൂ. ദൈവം ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം അവസാനം നോക്കുമ്പോൾ ഒരുപാടിട്ടു, പക്ഷേ എന്തുണ്ട്? എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വഴികളെ സൂക്ഷിച്ചു നോക്ക്. എവിടെയാ പ്രശ്നം? ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ ആലയം പണിയുക എന്ന് പറയുമ്പോൾ അതേ അർത്ഥത്തിലല്ല. നിങ്ങളൊരു പക്ഷേ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങളൊരു പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, ഒരു സ്കൂൾ ടീച്ചറായിരിക്കാം, ആര് തന്നെ ആയാലും ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ ദൈവത്തിന് വേണ്ടി എന്ന പോലെയാണോ ഞാൻ നിൽക്കുന്നത്? എൻ്റെ ഓരോ ചെയ്തികളിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സുവിശേഷ വേലക്കാരനെ സംബന്ധിച്ച് ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ തെറ്റിപ്പോകാം. കാരണം ഞങ്ങളുടെ മുൻപിൽ ഓപ്പർച്യൂണിറ്റി വളരെയധികമാണ്. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിക്കുമ്പോൾ ഞാൻ എന്തധ്വാനിക്കണം? ദൈവം എന്നെക്കുറിച്ച് കാണുന്ന, എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയിൽ മാത്രമാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെയാണ് ആ സാധു പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് നിരാശനായി പറയുകയാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷേ അടുത്ത വരി എപ്പോഴൊക്കെ ഞാൻ പറയും അപ്പോഴൊക്കെ ഞാൻ വികാരാധീനനാകും. ആ മനുഷ്യൻ പറയുന്ന വാക്ക്, എങ്കിലും
കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഉണങ്ങി വാടിക്കരിഞ്ഞു പോകാൻ പോകുന്ന ഒരു പുഷ്പം, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു പുഷ്പം, അത് പെട്ടെന്ന് ജീവൻ പ്രാപിച്ച് സുഗന്ധവും സൗന്ദര്യവുമുള്ള ഒരു പുഷ്പമായി തീരുന്നത് പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ആ മനുഷ്യൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു. എന്താ കാര്യം? നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? നിന്റെ വാക്കിന് വലയിറക്കുമ്പോൾ, പത്രോസ് ഒരു മീൻപിടുത്തക്കാരനാണ്. പത്രോസിൻ്റേതായ സ്റ്റൈലുണ്ട്, പത്രോസിൻ്റേതായ ടൈമിംഗ് ഉണ്ട്, പത്രോസിൻ്റേതായ കുറേ ടെക്നിക്കുകളുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഫീൽഡുകളിൽ ചില ടെക്നിക്സൊക്കെ ഉണ്ടല്ലോ ചെയ്യാൻ. പക്ഷെ അതൊക്കെ യാഗമാക്കണം. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോകാൻ കഴിയില്ല. കാര്യം, യജമാനൻ പച്ചക്കൊടി നീട്ടണം. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. യജമാനൻ അനുവദിക്കണം. എല്ലാ കാര്യങ്ങളിലും നിന്റെ വാക്കിന് വലയിറക്കാം. എവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഗൈഡൻസ് ബുദ്ധിമുട്ടായി തീരുന്നത്? വളരെ സിമ്പിളാണ് ദൈവത്തിൻ്റെ ഗൈഡൻസ്. ഇന്ന് ജോന പറഞ്ഞല്ലോ, ആ ചെറിയ കുഞ്ഞ് അമ്മയുടെ മുഖം മാറുന്നത് തിരിച്ചറിയാമെങ്കിൽ ഇത്രയും പ്രായമുള്ള നമുക്ക്, ഇത്രയും വർഷം ദൈവത്തോടു കൂടെ നടന്നിട്ടും നമുക്കെന്താ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ട്? തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ മനസ്സിലെ താല്പര്യം രണ്ടാണ്. അത്രേ ഉള്ളൂ. ഗൈഡൻസ് ഈസ് വെരി സിമ്പിൾ. പക്ഷെ എവിടെയാ സ്ട്രഗിൾ വരുന്നത്? ദൈവത്തിന് പറയാനുള്ളതും എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളതും രണ്ടാണ്. അത്രേ ഉള്ളൂ പ്രശ്നം. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവിൻ്റെ വാക്ക് കേട്ട് ജീവിതത്തെ പണിതവൻ ജീവിതത്തിൻ്റെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വഴും. നന്ദിയുടെ കണ്ണുനീര്. കർത്താവേ, അങ്ങയുടെ സ്വപ്നങ്ങൾ നിവർത്തിക്കാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. ഈ ഒരു വഴിയിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്, കം, വരിക, ഈ ഒരു ജീവിതം ജീവിക്കുക. ദൈവത്തിൻ്റെ ജീവജലം കുടിച്ച് തൃപ്തരായി. യേശു നേരത്തെ പറഞ്ഞത്, കർത്താവിൻ്റെ ജീവജലം കുടിക്കുന്നവൻ്റെ പ്രത്യേകത അവൻ്റെ ദാഹം ശമിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. അതിൽ നിന്ന് അനേകർ കുടിക്കും. നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ആശ്വസിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം നോക്കുന്നവർക്ക് ദൈവം പല പാഠങ്ങളും പറഞ്ഞു കൊടുക്കും. നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർ ബലം പ്രാപിക്കും. എനിക്ക് തൃപ്തി ഉണ്ടാകും, എനിക്ക് ശമിക്കപ്പെടുമെന്ന് മാത്രമല്ല, ദാഹം ശമിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത് ഒരു വെള്ളച്ചാട്ടമായ ഒരു നദിയായി നിന്ന് പുറപ്പെടും. അതാണ് വിളിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കം, വരിക. രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, ഒരു സഭയുടെ ഭാഗമായതുകൊണ്ട് ഈ ഒരു ജീവനിലേക്ക് വരണമെന്നില്ല. ഇതെൻ്റെ ചോയ്സാണ്. ഇത് നിരന്തരമായി എൻ്റെ ബുദ്ധിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ വാക്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോസ്പിരിറ്റി ടീച്ചിങ്ങുകാരാണ്. അതായത് നിങ്ങളുടെ കാറ് മോഷ്ടിക്കാനും, നിങ്ങളുടെ ജോലിയിലുള്ള ട്രാൻസ്ഫർ തടയാനും, നിങ്ങൾക്കുള്ള വീസ തടയാനും ഒക്കെയാണ് പിശാച് നടക്കുന്നത്. നമുക്ക് ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. മെറ്റീരിയലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതറിയണമെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞാൻ വന്നത് എന്തിനാണ്? അപ്പം ഞാൻ വന്നത് ഇത് തരാൻ, അവൻ വരുന്നത് ഇത് നശിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് എന്താ തരാമെന്ന് പറഞ്ഞത്?
സ്വത്തോ? കർത്താവ് എന്താ നമുക്ക് തരാന്നുള്ള ജീവനോ? ഏത് ജീവൻ? കർത്താവ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ ഭയപ്പെടേണ്ട. അതായത് ഈ ലോകത്തിലുള്ള ഈ പ്രാണന്റെ വിഷയമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിൻ്റെ വിഷയമല്ല. എബ്രായത്തിൽ നമ്മൾ വായിക്കുന്നില്ല. എന്താ എബ്രായത്തിൽ വായിക്കുന്നത്? അവരുടെ സ്വത്തുക്കളുടെ അപഹാരം സഹിച്ചു. അന്നത്തെ ഭക്തന്മാരുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? കർത്താവ് പറഞ്ഞു ജീവൻ, കർത്താവിൻ്റെ ഒരു ജീവനുണ്ട്. കർത്താവിൻ്റെ ജീവൻ, ആ ജീവൻ അത് സമൃദ്ധിയായി നൽകാൻ ഞാൻ വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യം, ദാഹം ശമിക്കാത്തതിന്, ഒന്നുകൂടി വായിച്ച വാക്യം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? വ്യർത്ഥമാണ്. ലോകത്തിൻ്റെ പുറകെയുള്ള പായൽ, ലോകത്തിൻ്റെ പായുകയാണ് പിടിച്ചടക്കാൻ. സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ, വിദ്യാഭ്യാസം, പണം, സൗകര്യങ്ങൾ, അങ്ങനെ പിടിച്ചടക്കാൻ മനുഷ്യൻ ഓടി 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 അവസാനം നിൽക്കുമ്പോൾ ഒരു ചോദ്യം വരും, എന്ത് നേടി? കെ.ഒ. ജോണെങ്കിൽ ഒരു കഥ പറയാറുണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ. നമ്മൾ പലരും കേട്ടതാണ്, ഇന്ന് ആവർത്തിക്കുകയാണ്. ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഭയങ്കര ഓട്ടമാണ്, ഓടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വഴിയിൽ ഒരു എല്ലും കഷ്ണം കിടക്കുന്ന കണ്ടാൽ അതൊന്ന് മണപ്പിച്ച് നോക്കും, എന്നിട്ട് സമയമില്ല പിന്നെ ഓടും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്ട്രീറ്റ് ഡോഗിനെ തെരുവ് നായ ഒന്ന് തടഞ്ഞു നിർത്തി നമ്മൾ ചോദിക്കുകയാണ്, എന്തിനെത്ര വേഗത്തിൽ ഓടുന്നത്? അപ്പോൾ ഈ നായ പറയും, എനിക്ക് വൈകിട്ട് ആ പാലത്തിനടിയിൽ പോയി കിടന്നുറങ്ങാനുള്ളതാണ്. ഇന്നത്തെ ജോലിയോ, ഇന്നത്തെ വിദ്യാഭ്യാസമോ, ഇന്നത്തെ കാശോ, ഇന്നത്തെ ബാങ്ക് ബാലൻസോ, ഇന്നത്തെ സൗന്ദര്യമോ, ഇതുകൊണ്ട് നമ്മൾ ജീവിതത്തെ അളക്കരുത്. പത്രോസ് പറഞ്ഞ വാക്ക്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ കിട്ടേണ്ടത് എനിക്ക് കിട്ടിയില്ല. പക്ഷേ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യേശുവിൻ്റെ വാക്കിന് ആരെല്ലാം വലയിറക്കിയിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിന്ന് നിലവിളിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് അതിനനുസരിച്ച് ജീവിതം പണിതവർ ഒരുപക്ഷെ ലോകത്തിൻ്റെ പ്രതാപമോ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ലായിരിക്കും, പക്ഷെ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ദൈവം തന്ന ഈ ജീവിതത്തിന് നന്ദി. പ്രിയ ദൈവമക്കളെ, നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഹഗായിൽ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വഴികളെ ഒന്ന് പരിശോധിച്ച് നോക്ക്, വഴികളെ പരിശോധിക്ക്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന്, ചിന്തയിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന് ലോകം ഇറങ്ങിപ്പോയിട്ടില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ അപകടകരമായ ഒരു യാത്രയിലാണ്. നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടൊക്കെ നമ്മളിരിക്കും. എല്ലാം കഴിഞ്ഞ് അവസാനം അരിപ്പയിലൂടെ ജീവിതത്തെ അരിച്ചു നോക്കുമ്പോൾ അരിപ്പയിൽ തടയുന്നതൊന്നുമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, 40 വർഷം അധ്വാനിച്ചു, 60 വർഷം അധ്വാനിച്ചു, 70 വർഷം അധ്വാനിച്ചു, 80 വർഷം അധ്വാനിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധങ്ങളല്ലാതെ ഒന്നുമില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ നേടാൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വില, എൻ്റെ ജീവിതത്തിൻ്റെ വില അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് സ്വന്തം പ്രാണൻ കൊടുക്കാൻ തയ്യാറായത്. ഇത് നിസ്സാരമല്ല. അവസരങ്ങൾ പിന്നെയില്ല. കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് കഴിയുമ്പോൾ, സമൃദ്ധിയായ ജീവൻ നമ്മൾ നേടിക്കഴിയുമ്പോൾ നമുക്ക് സ്തോത്രവും ആരാധനയുള്ളൂ, നന്ദി നിറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 18 വർഷത്തിലധികമായി ബെഡ്റിനായി കിടക്കുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടു. അവിടെ ചെന്നപ്പോൾ തന്നെ മറ്റൊരു സഹോദരൻ
ഒരു ഹിന്ദു മാർഗത്തിൽ വിശ്വാസത്തിലേക്ക് സഹോദരൻ, അദ്ദേഹവും ബെഡ്രിഡനാണ്. ഞാൻ അവരുടെ മുഖത്തൊന്നും അല്പം പോലും നിരാശ കണ്ടില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം സംതൃപ്തരാണ്. അവർ ജീവിതം ആഘോഷിക്കുകയാണ്. 18 വർഷമായിട്ട് ബെഡ്രിഡനായ ഒരാളുടെ കഷ്ടത എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. 2 പേരുടെ മുഖത്തെ കാര്യമാണ്, മുഖം കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും നമ്മൾ വിളിക്കുകയാണ്, കം, വരിക വരിക. നമുക്ക് അടിസ്ഥാനപരമായ മാനസാന്തരം മനസ്സിലുണ്ടാകണം, ചേഞ്ച് ചെയ്യണം. പിശാച് നമ്മെ വഞ്ചിക്കുകയാണ്. ആ ജീവൻ മോഷ്ടിക്കാൻ വേണ്ടിയാണ് പിശാച് വന്നിരിക്കുന്നത്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വഴിയിൽ പോകാനായി ലോകത്തിൻ്റെ കണ്ണിൽ ഹീനമായത് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹമൊന്നുമല്ല ഇക്കാലത്തുള്ളത്. വളരെ കുറച്ചുപേര് മാത്രം. ഞാനൊരു വാക്കിലെ ചുരുക്കുകയാണ്. നമ്മുടെ കർത്താവ് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും വന്നു. നമുക്ക് മുൻപ് ജീവിച്ച് കടന്നുപോയ അനേക ഭക്തന്മാർ ജീവിതത്തിൽ കഷ്ടതകൾ, നഷ്ടങ്ങൾ പലതും സഹിച്ചു, രോഗങ്ങളൊക്കെ സഹിച്ച് ജീവിച്ചു പോയവർ. ഇന്ന് അവരുടെ ബയോഗ്രഫി വായിക്കുമ്പോൾ പോലും നമുക്ക് ജീവൻ ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ കേട്ടതുപോലെ എമിക്ക മൈക്കിൾ, സാധു സുന്ദർ സിംഗ്, അഡോണിറാം ജഡ്സൺ തുടങ്ങി അനേക മിഷണറിമാർ. വളരെയധികം ഭയം തോന്നുന്ന ജീവിതാനുഭവങ്ങളാണ് അവർക്കുണ്ടായിരുന്നെങ്കിൽ പോലും അവരെല്ലാം കർത്താവിൻ്റെ ജീവൻ അനുഭവിച്ചവരായതുകൊണ്ട് അവരെക്കുറിച്ചുള്ള പുസ്തകം വായിക്കുമ്പോൾ, അവരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്കും ജീവനുണ്ടാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുന്നവരായി എല്ലാവരും കാലം ഉണരേണ്ട നേരം, ഈ താണുകാലം ഉണരേണ്ട നേരം, ഈ താണുകാലം, ഈ താണുകാലം ഉണരേണ്ട നേരം, ഈ താണുകാലം ഉണരേണ്ട നേരം. പിന്മഴയിൻ കാലത്തു നാം യാചിച്ചിടുകിൽ, വന്മഴയായി ആത്മമാരി പെയ്തിറങ്ങുമേ. പിന്മഴയിൻ കാലത്തു നാം യാചിച്ചിടുകിൽ, വന്മഴയായി ആത്മമാരി പെയ്തിറങ്ങുമേ. ഈ താണുകാലം, ഈ താണുകാലം ഉണരേണ്ട നേരം, ഈ താണുകാലം ഉണരേണ്ട നേരം. അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നിപ്പോൾ, ദൈവഭയം മാഞ്ഞു പോയ കാലമല്ലയോ.
ഉണരേണ്ട നേരം, ഇതാണു കാലം, ഉണരേണ്ട നേരം. കാഹളങ്ങൾ കേട്ടിടുമ്പോൾ കാത്തിരുന്നവർ ലോകം വിട്ട് ലക്ഷമതിൽ ചെന്നു ചേരുമേ. കാഹളങ്ങൾ കേട്ടിടുമ്പോൾ കാത്തിരുന്നവർ ലോകം വിട്ട് ലക്ഷമതിൽ ചെന്നു ചേരുമേ. ഇതാണു കാലം, ഇതാണു കാലം, ഉണരേണ്ട നേരം, ഇതാണു കാലം, ഉണരേണ്ട നേരം, ഇതാണു കാലം,